ഇന്ദ്രപ്രസ്ഥത്തിന്റെ റാണിയായി ബനിയ വിഭാഗത്തിലെ രേഖ ഗുപ്ത. ഡൽഹിക്ക് വനിതാ മുഖ്യമന്ത്രി മതിയെന്ന് RSS തീരുമാനിച്ചു. ആം ആദ്മിയുടെ ശേഷിക്കുന്ന വോട്ട് ബാങ്ക് കൂടി BJPക്ക് സ്വന്തമാകും. രേഖ ഗുപ്ത മുഖ്യമന്ത്രിയാകുമ്പോൾ രാജസ്ഥാനിലും ഗുജറാത്തിലും BJP വേരുകൾ ശക്തമാകും. രാജ്യത്ത് BJPയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത മാറിയതിന് പിന്നിൽ RSSന്റെ അതിസൂക്ഷ്മ രാഷ്ട്രീയ ചാണക്യസൂത്രം. വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് BJP സർക്കാർ അധികാരത്തിൽ. മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. രാംലീല മൈതാനത്ത് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 6 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. പർവേഷ് വർമ്മ, മഞ്ജിന്ദർ സിംഗ് സിർസ, കപിൽ മിശ്ര, ആശിഷ് സൂദ്, പങ്കജ് കുമാർ സിംഗ്, രവീന്ദർ ഇന്ദ്രജ് സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള NDAയിലെ പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവരായിരുന്നു ഡൽഹിയെ മുൻപ് നയിച്ച വനിതകൾ. ഡൽഹിയിലെ ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണ് രേഖ ഗുപ്ത വിജയിച്ചത്. ആം ആദ്മിയുടെ ബന്ദന കുമാരിയെ 29,000-ഓളം വോട്ടുകൾക്കായിരുന്നു രേഖ ഗുപ്ത പരാജയപ്പെടുത്തിയത്. ABVPയിലൂടെയാണ് രേഖ ഗുപ്ത രാഷ്ട്രീയം ആരംഭിച്ചത്. 1996, 1997 ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായി. 2007 പീതാംബുര നോർത്തിൽ ഡൽഹി മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയമായിരുന്നു. BJPയുടെ മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ ഭരണത്തിലേറുന്നത്. തുടക്കത്തിൽ പർവേഷ് വർമ്മ പോലുള്ള നേതാക്കളുടെ പേരുകളാണ് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി രേഖയുടെ പേര് നേതൃത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം മന്ത്രിമാരുടെ വകുപ്പുകളും നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാകും വകുപ്പുകൾ നൽകുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഡൽഹിയിലെ BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായതിനു ശേഷം 2.5 ദശകത്തെ കാത്തിരിപ്പിനൊടുവിലാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. അധികാരമേറ്റതോടെ രേഖ ഗുപ്ത നിലവിൽ രാജ്യത്തെ BJPയുടെ ഏക വനിതാ മുഖ്യമന്ത്രിയായി. RSS പിന്തുണ മാത്രമാണ് രേഖ ഗുപ്തയ്ക്ക് തുണയായത്. ആദ്യമായി MLA ആയപ്പോൾ തന്നെയാണ് 50-കാരിയായ രേഖയെ തേടി മുഖ്യമന്ത്രി സ്ഥാനവും എത്തുന്നത്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതും RSS പിന്തുണ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ കേവല ഭൂരിപക്ഷമില്ലായ്മ RSS നിലപാടുകളെ പൂർണ്ണമായും അംഗീകരിക്കാത്തത് മൂലമാണെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു. ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ അർത്ഥത്തിലും RSSന് വഴങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാഗ്പൂർ RSS കാര്യാലയവുമായി ഇടക്കാലത്ത് സംഭവിച്ച അകൽച്ച കുറയ്ക്കാൻ സന്ദർശനം പതിവാക്കി. ഇതോടെ RSS തിരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം BJPക്ക് വേണ്ടി ഊർജ്ജസ്വലമാക്കി. ഇതിന്റെ റിസൾട്ടാണ് ഡൽഹിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയും RSS നിർദ്ദേശിച്ചു. അത് BJP അതേപടി അംഗീകരിക്കുകയാണ്. പരിവാർ സംഘടനയായ ABVPയിലൂടെ പൊതുരംഗത്ത് സജീവമായ രേഖ ഗുപ്ത RSS നേതൃത്വത്തിന്റെ അതിവിശ്വസ്തയാണ്. സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തിയാണ് രേഖ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി BJP തിരഞ്ഞെടുത്തത്. സാമുദായിക സമവാക്യങ്ങളും രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ കാരണമായി. ബനിയ വിഭാഗത്തിൽപ്പെട്ടയാളാണ് രേഖ ഗുപ്ത. ഡൽഹിയിൽ ശക്തമായ വോട്ടടിത്തറയുള്ള സമുദായമാണ് ബനിയ. ഡൽഹിക്ക് പുറമെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ബനിയ വിഭാഗം ശക്തമാണ്. ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് രേഖയെ മുഖ്യമന്ത്രിയാക്കുന്നത്. രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയാക്കുന്നത് സ്ത്രീകൾക്കിടയിലും സ്വാധീനം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതത്തിൽ ഇപ്പോഴും സ്ത്രീ വോട്ടർമാരുടെ പങ്ക് മുൻപന്തിയിലാണ്. ഇത് മറികടക്കാൻ വനിതാ മുഖ്യമന്ത്രിയെ തന്നെ കളത്തിലിറക്കാൻ RSS നിർദ്ദേശിക്കുകയായിരുന്നു. ആം ആദ്മി ഭീഷണിയെ നേരിടാൻ 10 കൊല്ലം മുമ്പ് കിരൺ ബേദിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി BJP അവതരിപ്പിച്ചിരുന്നു. പക്ഷേ ആം ആദ്മി തരംഗത്തിൽ അന്ന് കിരൺ ബേദി പോലും തോറ്റു. ഈ സാഹചര്യത്തിലാണ് അധികാരം തിരിച്ചുപിടിക്കുമ്പോൾ ഡൽഹിയെ നയിക്കാൻ വനിതയെ തന്നെ പരിവാർ നേതൃത്വം നിയോഗിക്കുന്നത്. ഡൽഹി കോർപ്പറേഷനിൽ വനിതാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ ആയിരിക്കെ രേഖ ഗുപ്ത നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. സാമുദായിക സമവാക്യങ്ങളടക്കം അതിസൂക്ഷ്മമായി വിലയിരുത്തിയാണ് രേഖയുടെ നിയമനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുമെന്നാണ് വിവരം. ജാട്ട്, സിഖ്,
പഞ്ചാബി, ദളിത് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് മന്ത്രിമാരാകുന്നത്. ഇവരും RSS പിന്തുണയുള്ള നേതാക്കളാണ്. ഇനി ബംഗാളിലേക്കാണ് RSS ശ്രദ്ധ. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയെയും വീഴ്ത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് RSS നീങ്ങും. അവിടെയും BJP ഭരണം ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് മോദി ഷാ സഖ്യം പരിവാറിന്റെ അനുസരണയുള്ള അണികളാകുന്നത്.